രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് കോൺഗ്രസിലെ ആളുകളുടെ ഭാഗത്തുണ്ടായി. ഇന്നുപോലും നോക്കൂ, ദീപക് ദാസ് മുൻഷി എന്താണ് പറഞ്ഞത്? പരാതി കൊടുക്കേണ്ടത് പോലീസിലായിരുന്നു, മുഖ്യമന്ത്രിക്കാണോ എന്നാണ് ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് ഘട്ടം വന്നാലും സ്വർണ്ണപ്പാളി കൊള്ള പോവില്ല എന്നാണ് KPC പ്രസിഡന്റ് പ്രതികരിച്ചത്. ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടിയിരുന്നത്. ഇനി ഞാൻ വേറൊരു സാധ്യത ചോദിക്കട്ടെ. ഈ പെൺകുട്ടി പരാതി കൊടുത്തില്ല എന്ന് വിചാരിക്കുക, പരാതി കൊടുത്തിട്ടില്ല, ഈ പരാതി ഒരിക്കലും വന്നില്ല. പക്ഷേ ഈ ശബ്ദരേഖയും ഇന്ന് നമ്മൾ കേട്ട ആ പെൺകുട്ടിയുടെ ദുഃഖവുമെല്ലാം ഈ നടന്ന ഇവർക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ടും ഇയാൾ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പങ്കെടുപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ഉത്തരവാദി ആരാണ്? എന്ത് മനുഷ്യത്വമുണ്ട് ഇങ്ങനൊരാളെ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ഇതിൻ്റെ പിന്നിലുള്ളത്? എന്താണ് എൻ്റെ ചേതോവികാരം? പാർട്ടി വിചാരിച്ചാൽ നിങ്ങളുടെ ഒരു പരിപാടിക്കകത്ത് ഒരാളെ പങ്കെടുപ്പിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ അത് തടയാൻ പറ്റില്ലേ? ഉറപ്പാണ്. ചുരുക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഒരു തരത്തിലുള്ള മനസാക്ഷിയുമില്ലാത്ത ഒരു ടീമിൻ്റെ പിന്തുണയോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സെക്കൻഡ് എൻട്രി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈബർ ക്യാമ്പയിൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണം, പാലക്കാട് ആദ്യം വന്ന് കാണിച്ച ഷോ, ഇത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തോളത്ത് കൈയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയ് വിളിച്ച കുറേ ആളുകളുണ്ടല്ലോ പാലക്കാടും കേരളത്തിലെല്ലായിടത്തും. ഓൺലൈൻ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും മാത്രമല്ല പരസ്യമായ റോഡിലും. ലജ്ജിക്കണം കോൺഗ്രസ് അവരുടെ പേരിൽ.